അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും പുറത്തു വരുന്നുണ്ട്. അർജന്റീനയിൽ നിന്ന് കാനറി ദ്വീപുകളിലേക്ക് പോകുന്ന ആഡംബര ക്രൂസ് കപ്പലായ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് വ്യാപിക്കുന്നതിൽ വലിയ ആശങ്ക. കപ്പലിലെ 3 പേർ മരിക്കുകയും 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഹാൻഡ വൈറസ് ബാധയുടെ ഉറവിടം തങ്ങളുടെ രാജ്യമാണോ എന്ന് കണ്ടെത്താൻ അർജന്റീനയിലെ ആരോഗ്യ മന്ത്രാലയം ശ്രമം തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, കോവിഡിന് ശേഷം ഏതൊരു വൈറസ് ബാധയും വലിയ ആശങ്കയോടെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ഹാൻഡ വൈറസ് എന്നൊരു വൈറസിനെ പറ്റിയാണ് ലോകം ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ വൈറസ്? എന്താണ് കപ്പലിൽ സംഭവിക്കുന്നത്? ജിൽസി, ഈ കപ്പലിൽ ഈ വൈറസ് പടരുന്നതോടുകൂടി 3 പേർ മരിക്കുകയും അതേപോലെ തന്നെ 4 പേർക്ക് രോഗബാധയുണ്ടാവുകയും അവരെ ജോഹന്നാസ്ബർഗിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്ത ഈ സാഹചര്യത്തിലാണ് ഹാൻഡ വൈറസിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നത്. എന്ന് മാത്രമല്ല, ആ കപ്പൽ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ തീരത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. ആരെയും ഇപ്പോൾ അതിൽ നിന്നും മാറ്റേണ്ടതില്ല എന്നും അതേപോലെ തന്നെ കപ്പൽ യാത്ര തുടരേണ്ടതില്ല എന്നുമുള്ള ഒരു നിലപാടിലേക്ക് പോവുകയാണ്. ഈ സന്ദർഭത്തിലാണ് അർജന്റീന അവരുടെ രാജ്യത്താണോ ഇതിൻ്റെ ഉറവിടം എന്നതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അന്വേഷണം നടത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ കപ്പലിന് കൂടുതൽ ആളുകൾക്ക് ഇത് ബാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ പടരുന്നത്. അർജന്റീനയിൽ നിന്ന് തുടങ്ങി സ്പെയിനിലേക്ക് ഉള്ള ഒരു യാത്രയായിരുന്നു ഇതുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ അന്റാർട്ടിക്ക അടക്കമുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ അതിനിടയിലാണ് വളരെ പെട്ടെന്ന് ഒന്നിനു പിറകെ ഒന്ന് എന്ന നിലയിൽ ഓരോ ആളുകൾ മരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് ഇതിന് പിന്നിൽ ഹാൻഡ വൈറസ് ആണ് എന്ന് കണ്ടെത്തുന്നത്. എന്താണ് ഈ ഹാൻഡ വൈറസ് എന്ന് നോക്കുകയാണെങ്കിൽ ഇത് പുതിയ ഒരു വൈറസ് അല്ല എന്നുള്ളതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. 1950കളിൽ തന്നെ കണ്ടെത്തിയ ഒരു വൈറസാണിത്. കൊറിയയിലെ ഹാൻഡാൻ എന്ന് പറയുന്ന നദിയുടെ കരയിൽ നിന്നാണ് ആദ്യമായിട്ട് ഇത്തരമൊരു രോഗമുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പേര് വരുന്നത്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഉണ്ടായത് കഴിഞ്ഞ ഒരു 50-70 വർഷക്കാല അളവിനുള്ളിൽ ഈ വൈറസിൽ നിന്ന് കാര്യമായി നമ്മൾ അറിഞ്ഞിരുന്ന ഒരു കാര്യം, ഇത് എലികളിൽ നിന്ന്, പ്രത്യേകിച്ചും ചുണ്ടെലികളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത്. ഈ എലിയുടെ സ്രവങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മൂത്രമടക്കമുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഈ വൈറസ് പടർന്നിരുന്നത്. സാധാരണ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് വളരെ അപൂർവമായിട്ടായിരുന്നു. ഇപ്പോൾ ഈ വൈറസിന് ഏതെങ്കിലും തരത്തിലുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. സാധാരണ രീതിയിൽ വളരെ ക്ലോസ്ഡ് കോണ്ടാക്ട് ഉണ്ടാകുന്ന ആളുകൾക്ക് മാത്രമേ സാധാരണ രീതിയിൽ ഈ ഒരു വൈറസ് പടരാറുള്ളൂ. സ്വാഭാവികമായും ഒരു കപ്പലിൽ യാത്രയാകുമ്പോൾ ആ തരത്തിലുള്ള ക്ലോസ് കോണ്ടാക്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് പടർന്നിട്ടുണ്ടാവുക. അതല്ല, ഇനി ഈ വൈറസിൽ ഏതെങ്കിലും തരത്തിലുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചോ എന്നതടക്കമുള്ള കാര്യമാണ് ശാസ്ത്രലോകത്ത് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. സാധാരണ രീതിയിൽ കോവിഡൊക്കെ ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ തന്നെയാണ് ഈ അസുഖം ബാധിച്ചാൽ ഉണ്ടാവുക. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഇതിന് കാര്യമായി ഉണ്ടാവുക. ശ്വാസകോശത്തിൽ വലിയ പരിക്കുകൾ ഏൽപ്പിക്കാൻ ന്യൂമോണിയ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ വലിയ പനി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. അതിനെ തുടർന്ന് ആരോഗ്യം ക്ഷയിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുക. ഇതാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക. അപ്പോൾ വലിയ ആശങ്ക പടരുന്നു. ഈ കപ്പലിലുള്ള ആളുകളെ ഇനി എങ്ങനെ ക്വാറന്റൈൻ ചെയ്യും, അവരുടെ ഇനി യാത്ര എങ്ങനെ അവസാനിപ്പിക്കും എന്നടക്കമുള്ള കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണം എന്നാണ് ഇപ്പോൾ അർജന്റീന പറയുന്നത്. ശരി, BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമ്മുടെ പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം. നൌഷാദ് പറയുന്നുണ്ട്, കാലവർഷം തുടങ്ങിയോ, കണ്ണൂരിൽ കനത്ത മഴയാണെന്ന്. കോഴിക്കോടൊക്കെ നല്ല മഴയായിരുന്നു, രാവിലെ എണീറ്റ് വരാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു, നല്ല തണുത്ത ഒരു പ്രഭാതം എന്നൊക്കെ പറയുന്നത് പോലെ. നേരത്തെ ഒറ്റപ്പാലത്ത് നല്ല മഴയാണെന്ന് നമ്മുടെ സയാൻ പറയുന്നുണ്ടായിരുന്നു, കെയ്ഫി നൗഫൽ പറയുന്നുണ്ടായിരുന്നു, കുറ്റ്യാടിയിൽ മഴയാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലായിടത്തും നല്ല മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത